മാലിന്യ പ്രശ്നങ്ങൾ മുതൽ മഹാരോഗങ്ങൾ വരെ അതൊന്നുമല്ല നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. വളർച്ചയുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ എൻ്റെ മനസ്സിൽ അടുക്കി വെച്ചു. അവ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. തൊട്ടു മുമ്പിലുള്ള ലോകത്തെ നേരിട്ടും വിദൂര ലോകത്തെ നിരവധിയായ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ അറിയുന്നവരാണ് നിങ്ങൾ. ഞങ്ങൾക്കൊക്കെ സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ പഠിച്ചിരുന്നവരും അയൽവാസികളിലെ സമപ്രായക്കാരും അതുപോലെ തന്നെ ബന്ധു വീടുകളിലെ സമപ്രായക്കാരുമൊക്കെ ആയിരുന്നു. എന്നാൽ നിങ്ങളുടെ കാലത്തിൻ്റെ സൗഹൃദങ്ങൾ അതിന് അതിരുകളില്ല. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത സാങ്കേതിക വിദ്യകളിലൂടെ മാത്രം പരിചയപ്പെട്ട വലിയ സുഹൃത്ത് വലയമുള്ള എത്രയോ കുട്ടികളെ എനിക്കറിയാം. അത്ര വിശാലമാണ് നിങ്ങളുടെ സൗഹൃദങ്ങൾ. നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല സമൂഹം എന്നിവ ആത്മാർത്ഥതയോടെ നിലനിർത്തണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒന്നിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യസന്ധത, സുതാര്യത, സ്നേഹം, ഹൃദയ വിശാലത എന്നിവയെല്ലാം അതിൽപ്പെടുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സഹിഷ്ണുത എന്നതാണ്. വ്യക്തിബന്ധങ്ങളിൽ മുതൽ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സഹിഷ്ണുതയുടെ ഇല്ലായ്മ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും പുതിയ തലമുറയായ നിങ്ങളിലേക്കും പടർന്നിട്ടുണ്ട് എന്ന് മിക്ക ദിവസങ്ങളിലെയും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നെ പേടിയോടെ ബോധ്യപ്പെടുത്തുന്നു. സഹിഷ്ണുത, അതായത് ടോളറൻസ് എന്നത് ആകാശം പോലെ വിശാലമായ ഒരു പദമാണ്. ഒരു വ്യക്തിയുടെ എല്ലാ ഗുണഗണങ്ങളെയും കുറവുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കുക എന്ന നന്മയാണ് സഹിഷ്ണുത. ഞാൻ എന്നൊരാൾ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് എന്നും മറ്റ് മനുഷ്യരും മൃഗങ്ങളും വൃക്ഷങ്ങളും മുതൽ കൂടി പ്രാണികളും ചേർന്നൊരു ആവാസ വ്യവസ്ഥയിലെ ഒരു മണൽ തരി മാത്രമാണ് ഞാൻ എന്നുമുള്ള തിരിച്ചറിവ് കൂടിയാണ് സഹിഷ്ണുത. ഈ തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ അറിവുണ്ടാകുമ്പോൾ നിങ്ങൾക്കാരോടും അസൂയയോ പകയോ വിദ്വേഷമോ ഉണ്ടാകില്ല. മനസ്സിന് ഏറ്റവും നല്ല അവസ്ഥ അത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളോടും. ഇത് നിങ്ങൾ കുട്ടികളെയും ഞാനടക്കം ഉള്ള മുതിർന്നവരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രേസാണ് ഈ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിനും അതിൽ നിറഞ്ഞ സാമൂഹിക മാധ്യമങ്ങൾക്കും ഒരുപാട് ഗുണവശങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷവശങ്ങളുമുണ്ട്. കുട്ടികളുടെ മനസ്സ് ഫലഭൂയിഷ്ടമായി കിടക്കുന്ന മണ്ണ് പോലെയാണ്. ഏത് വിത്തും ആ മണ്ണിൽ പെട്ടെന്ന് വളർന്ന് വശത്തമാകും. മൊബൈൽ ഫോണിനകത്തെ ലോകം കാഴ്ചയുടേത് മാത്രമാണ്. ആലോചനയുടെ ലോകം അതിൽ കുറവാണ്. വളർച്ചയുടെ ഈ പ്രായം വായനയുടെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയുമാകാൻ നിങ്ങൾ സാധിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞു, ഒരുപാട് വായിക്കണം. ലോകത്തെ പറ്റി മനസ്സിലാക്കാൻ വായന വളരെ നല്ലതാണ്. ഒരുപാട് ആത്മകഥകൾ വായിക്കണം, ഓട്ടോബയോഗ്രഫികൾ വായിക്കണം. അതായത് എന്ത് വായിച്ചാലും മനസ്സിലുറയ്ക്കുന്ന ഒരു പ്രായമാണ് വേണ്ടത്. നമ്മുടെ കവിതകളും കഥകളും പുരാണങ്ങളും ചരിത്രവും എല്ലാം വായിക്കുന്നവരാണ്. ഈ പ്രായത്തിലൊരു സാങ്കേതിക വിദ്യയും തരാത്ത ലോകം അവൻ നിങ്ങൾക്ക് തുറന്നു തരും. നിരാശപ്പെടാതെ മുന്നോട്ടുള്ള യാത്ര തുടരണം. കുട്ടികൾ കഥകളിലൂടെയും വായനകളിലേക്ക് ഈ മനോഭാവം ഉണ്ടാക്കുന്നത് രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുടെ ആദ്യത്തെ റോൾ മോഡലാവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ഭൂമിയിൽ മനുഷ്യജന്മം ഏറ്റവും വിശേഷപ്പെട്ടതാണ് എന്നിൻ്റെ പുരാണങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശവും ലക്ഷ്യവുമുണ്ട്. അഹങ്കാരം ദേശമില്ലാതെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഉദ്ദേശവും ലക്ഷ്യവും സ്വയം വെളിപ്പെട്ടിട്ടുണ്ട്. അനുഗ്രഹത്തോടെ ലഭിച്ച ജീവിതം നിങ്ങൾ നാടിനും ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വലിയ സ്വപ്നങ്ങൾ കാണുക, ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും വൃദ്ധരായവർക്കും സാധിക്കുന്ന തരത്തിൽ കൈത്താങ്ങാവുക. നമ്മെ നിലനിർത്തി പോകുന്ന പ്രകൃതിയെ പരിക്കേൽപ്പിക്കാതിരിക്കുക. പിറന്ന നാടിനെ സ്നേഹിക്കുന്നതിനൊപ്പം വളരുന്ന ലോകത്തെ സ്നേഹിക്കുക. നല്ല ജീവിതത്തോളം ലഹരി തരുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന് തിരിച്ചറിയുക. അതിലുള്ള നല്ല ജീവിതവും ഐശ്വര്യവും വിജയങ്ങളും ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്നിവിടെ വിജയികളായ എല്ലാവരെയും, ഈ ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാവരെയും, അവരെ സഹായിച്ച രക്ഷിതാക്കളെയും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി
ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.